സുരഭി ചേച്ചി, അപ്പോ നമുക്ക് അതായത് എനിക്ക് സുരഭി ചേച്ചിയുടെ മുഖം കണ്ടു ഒരു ചെറിയൊരു തളർച്ച, വിഷമം, ഒരു പെർഫോമൻസ് കാണാനുള്ള ഒരു ആഗ്രഹം. അപ്പൊ അതൊക്കെ ആ വിഷമങ്ങളൊക്കെ മാറ്റാനായിട്ട് ഒരു പാട്ടുകാരി തന്നെ നമുക്ക് വിളിക്കാം എന്ന് പറയണു. കുറെ നല്ല പാട്ടുകൾ നമുക്ക് വേണ്ടി പാടിത്തരാൻ ഒരു മിടുമിടുക്കി ഇവിടെ കാത്തിരിക്കുന്നു. അപ്പോ വളരെയധികം സ്നേഹത്തോടെ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വൈഗ പ്രസാദ്. ഹായ്, ഞാൻ വൈഗ പ്രസാദ്. എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് നിന്നാണ് ഞാൻ വരുന്നത്. ഞാനിപ്പോൾ കോതമംഗലം ശോഭന പബ്ലിക് സ്കൂളിൽ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ടീച്ചേഴ്സും ഫ്രണ്ട്സും സിസ്റ്റേഴ്സും എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ്. എൻ്റെ ആദ്യ ഗുരു ശ്രീമതി ഗീത വാഞ്ചീശ്വരനാണ്. ഇപ്പോൾ ഞാൻ രാഗമാലിക ശ്രീ RLB ബാബുരാജ് സാറിന്റെ കീഴിൽ സംഗീതം പഠിച്ചു വരുന്നു. മന്നവൻ പേരെ ചൊല്ലി മല്ലികை சோடிக்கொண்டேன் மன்மதன் பாடல் ஒன்று நெஞ்சுக்குள் பாடிக்கொண்டேன் சொல்லத்தான் என்னைയോ. ഇതാണ് എൻ്റെ ഫാമിലി. അച്ഛൻ, അമ്മ, അനിയനിപ്പോൾ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞാൻ പഠനത്തോടൊപ്പം ഗസ്റ്റ് ആർട്ടിസ്റ്റായും പാടിക്കൊണ്ടിരിക്കുന്നു. അമൃത ടിവിയുടെ റെഡ് കാർപ്പറ്റ് എന്ന വലിയ ഷോയിൽ എനിക്കും വരാൻ സാധിച്ചതിൽ ഒരുപാട് അഭിമാനവും സന്തോഷവും തോന്നുന്നു. ഞാനും വരികയാണ് റെഡ് കാർപ്പറ്റ്. വൈഗ, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അതായത് വൈഗ എന്റെ നാട്ടുകാരിയൊക്കെയാണ്, കോതമംഗലത്ത് നിന്നൊക്കെയാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. ഇവിടെ ഇതിനു മുമ്പ് അറിയില്ല. അതറിയില്ല. സ്വാസിക ചേച്ചിനെ അറിയില്ലേ? അത് പറഞ്ഞപ്പോ ഒരു ചിരി. ഇതിനെയൊക്കെ അറിയാത്തവര് ആ നാട്ടിലുണ്ടോ എന്നൊക്കെ. അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണ്? പൊതുവെ എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആകുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. അതാണ്. അപ്പൊ ഹാപ്പിയാണ്. ശരി, അപ്പൊ ഏത് ക്ലാസ്സിൽ മുതലാണ് അല്ലെങ്കിൽ ഏത് പ്രായത്തിലാണ് ഈ പാട്ടിലേക്ക് വരാൻ തുടങ്ങിയത്? ഞാൻ 3 വയസ്സ് തൊട്ട് വയസ്സ് മുതല്. ഞാൻ 4 വയസ്സൊക്കെ തൊട്ട് എൻ്റെ അച്ഛൻ്റെ കൂടെ പ്രോഗ്രാമിനൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോഴും പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ അച്ഛൻ എന്താ മ്യൂസിക് ഡയറക്ടർ ആണോ? അച്ഛൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട്, ആൽബംസ് ഒക്കെ ഇങ്ങനെ ആൽബം, ഡിവോഷണൽ സോങ് അതൊക്കെ. അപ്പൊ എവിടെയൊക്കെ പോയിട്ടുണ്ട് നിങ്ങൾ പ്രോഗ്രാമിന്? കേരളത്തിലെ എല്ലായിടത്തും തന്നെ എല്ലാ ജില്ലകളിലും പോയിട്ടുണ്ട്, പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പിന്നെ രാജസ്ഥാൻ, മധ്യപ്രദേശ്, തമിഴ്നാട് അവിടെയൊക്കെ ഞങ്ങളുടെ ഡിവോഷണൽ ആൽബംസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഭക്തിഗാനം മാത്രമേ പാടുള്ളൂ. റെക്കോർഡിങ്സ് എല്ലാം ഡിവോഷണലാണ് ചെയ്യാറ്. പക്ഷെ ഷോസിനൊക്കെ പോകുമ്പോ സിനിമാ പാട്ടുകളെല്ലാം തന്നെ പാടാറുണ്ട്. അങ്ങനെ ഈ 10ൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഞാൻ സ്ഥിരം കേട്ടിട്ടുള്ളതാണ്, നമ്മൾ 10ലായി അതുകൊണ്ട് ഇനി പാട്ടും ഡാൻസും ഒന്നും വേണ്ട, ഫുൾ പഠിത്തം മതി, അങ്ങനെയൊക്കെ എടുക്കുന്ന കുട്ടികളും പേരൻസും ഒക്കെ ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ പൊതുവെ അത് അങ്ങനെയുള്ള ചർച്ചകളൊക്കെ വന്നു തുടങ്ങി? അങ്ങനെ ഇല്ല. കാരണം അച്ഛന് പൊതുവെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഞാൻ ജനിക്കണേക്ക് മുമ്പ് എനിക്ക് പേരിട്ടിട്ടുണ്ടെന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു പാട്ട് പാടുന്ന ഒരു കുട്ടി ഉണ്ടാവണമെന്ന്. അപ്പൊ അങ്ങനെ ഞാൻ ജനിക്കണേക്ക് മുമ്പ് എനിക്ക് പേരിട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല. അല്ലെങ്കിലും സ്വാസിക, 10ാം ക്ലാസ്സിൽ എനിക്ക് ഭയങ്കര വിഡിത്തായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ പാരൻസ് ആകുന്ന സമയത്ത് അങ്ങനെ ചെയ്യരുത് എന്നും തോന്നിയിട്ടുള്ളത്. 10ാം ക്ലാസ് ഒരു ഭീകര സംഭവമാണെന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ച് +2 എത്തുന്ന വരെയുള്ളൂ 10ാം ക്ലാസ്സിന്റെ മാർക്ക്. അത് കഴിഞ്ഞ് +2 ഭയങ്കരതാണെന്ന് പറഞ്ഞാൽ ഡിഗ്രിക്ക്. പിന്നെ ഈ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് നമ്മളുടെ സ്വഭാവത്തെയോ അല്ലെങ്കിൽ നമ്മളെ ഒന്നും ആരും വിലയിരുത്താൻ പോകുന്നില്ല. അത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ടീച്ചറായി നമ്മൾ ടീച്ചറോട് ചോദിക്കാറുണ്ടോ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ എത്ര മാർക്ക് കിട്ടിയല്ലേ ഡിഗ്രിക്ക്? ഇല്ലല്ലോ. അവരെങ്ങനെ പഠിപ്പിക്കുന്നു എന്നതനുസരിച്ചിട്ടാണ് നല്ല ടീച്ചേഴ്സ് ആവുന്നത്. റാങ്ക് കിട്ടിയ ആൾക്കാരെങ്കിൽ വന്ന ഒരു വക നമുക്ക് മനസ്സിലാവണമെന്നില്ല. അതുപോലെ നമ്മളുടെ സ്വഭാവത്തിലും അതുപോലെ നമ്മൾ പഠിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ മാർക്ക് കിട്ടേണ്ടതും ഒക്കെ ആളുകളോട് പെരുമാറുന്നതും അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് വിജയിക്കുക. പിന്നെ ഒരു കാര്യം, അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകാനുള്ള ഒരു മാർക്ക് വേണം. പക്ഷെ അത് ജീവിതത്തിന്റെ അവസാനമായിട്ട് കരുതിയിട്ട് ആത്മഹത്യ ചെയ്യുന്നവരൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. ഒന്നും അല്ല, ഒരു പേപ്പറിലെ 2 അക്ഷരങ്ങൾ മാത്രം. ഞാൻ
ഒരു ഇൻസ്പിറേഷന് വേണ്ടി പറയാണ്, 10ാം ക്ലാസ്സിൽ കണക്ക് പേപ്പർ ഫസ്റ്റിന് 10 മാർക്കും സെക്കൻഡിന് 11 മാർക്കും വാങ്ങിച്ചിട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ പൈസ പറയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ കൂടി അതൊരു കണക്കല്ലെങ്കിൽ കൂടി അത്രയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ 361 മാർക്ക്. ജസ്റ്റ് പാസോ ഫെയിൽഡോ? എന്താ നീ ജയിച്ചിട്ടുണ്ടോ 10ാം ക്ലാസ്? ഫസ്റ്റ് ക്ലാസ്? യെസ്. ജസ്റ്റ് ഞാൻ ജയിച്ചതൊക്കെ മറ്റേ കലയുടെ മാർക്ക് വെച്ചിട്ടാണല്ലോ, 60 മാർക്ക്. അല്ലെങ്കിൽ ഞാൻ തോറ്റത്. യുനോ, നഗ്ന സത്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് റെഡ് കാർപ്പറ്റിൽ സുരഭി ലക്ഷ്മിയും സുഹാസികയും. അപ്പൊ ആ 60 മാർക്കാണ് എന്റെ ജീവിതം രക്ഷിച്ചത്. അപ്പൊ ആ സമയത്ത് എനിക്ക് അധികം കിട്ടിയില്ല. പക്ഷെ 361 മാർക്ക് കിട്ടി. ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിക്കോട്ടെ, അതിന് കിട്ടുന്ന ക്യാഷ് അവാർഡ് വെറുതെ നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതിയിട്ട് അപ്പൊ എന്തായാലും ഈ പേരൻസിന് കൊടുക്കാനുള്ള ഒരു ഉപദേശവും കൂടിയാണ്. അതെ, 10ൽ പഠിക്കുമ്പോൾ പ്രഷർ ചെയ്ത് ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു ജീവനെ വരെ ഇല്ലാതാക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അച്ഛനമ്മമാർ അവരെ ശിക്ഷിക്കണം അതിന് വേണ്ടിയിട്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും വൈഗയുടെ അച്ഛൻ അങ്ങനെയുള്ള ഒരാളല്ല. പ്യുവർ ആയിട്ട് ഒരു സംഗീതം മാത്രം അല്ലെ, ഒരു സംഗീത കുട്ടി വേണമെന്ന് ആഗ്രഹിക്കുകയും 10ഓ +2ഓ ഇനി എന്താണ് PhD ഒന്നും ഒരു വിഷയമല്ല, സംഗീതമാണ് എൻ്റെ മകളുടെ വിദ്യാഭ്യാസം, അതിന് വേണ്ടിയിട്ടായിരിക്കണം അവളെന്ന് തീരുമാനിച്ചതിൽ അച്ഛൻ, മഹാനായ അച്ഛൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പോ പ്രസാദ് ഏട്ടൻ അല്ലേ? ചേട്ടന്റെ ഈ സംഗീത ജീവിതം അതായത് ആഗ്രഹിച്ച പോലെ തന്നെ മനോഹരമായി പോകുന്നുണ്ടോ, അതോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയൊക്കെ മനസ്സിൽ ഐഡിയകളൊക്കെ ഉണ്ടോ? ഇല്ല, ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവൾക്ക് വേണ്ടിയിട്ട് പാടുന്നു എന്ന് പറയാനേ പറ്റുള്ളൂ. ഞാനിപ്പോൾ നിലവിൽ ബിസിനസ്സൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി. അത്യാവശ്യം പ്രോഗ്രാമൊക്കെ, ഗാനമേളകൾ, കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൽ കുട്ടീനെയും കൂടെ കൊണ്ടുപോകുന്നേ ഉള്ളൂ. ഇപ്പൊ ഈ വൈഗ പറഞ്ഞു, അതായത് ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ പേരൊക്കെ അച്ഛൻ കണ്ടുപിടിച്ചു എന്നൊക്കെ. അപ്പൊ ഇത് ആൺകുട്ടിയായിരുന്നെങ്കിൽ എന്ത് പേരിട്ടേനെ? ആൺകുട്ടി ആവില്ല. അതൊരു ഭയങ്കര വിശ്വാസം. ഇപ്പോഴും അതെ, ആൺകുട്ടി ആവില്ല എന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചു. അല്ല, ആൺകുട്ടി ആണെങ്കിലും പാടുന്ന ഒരു കുട്ടിയായാൽ മതിയായിരുന്നോ? അല്ല, അങ്ങനെ പെൺകുട്ടി എന്നാണല്ലോ നമ്മൾ ചിന്തിക്കുക, പിന്നെ അങ്ങനെയല്ല വരുക. അതാണ് അച്ഛന്റെ ആഗ്രഹം. മനസ്സിൽ പെൺകുട്ടി വേണം, പെൺകുട്ടിയെ പാട്ട് പഠിപ്പിക്കണം, അതായിരുന്നു ആഗ്രഹം. പെൺകുട്ടികൾ ജനിക്കാൻ ആഗ്രഹമില്ലാത്ത കുറെ നാടിന്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ അച്ഛൻ അതിലൊരു മാതൃകയാണ്. പെൺകുട്ടി വേണം എന്ന്, അല്ലെങ്കിൽ പെൺകുട്ടിയെ കൊണ്ട് ജീവിതത്തിൽ എല്ലാം ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും. നമ്മുടെ ഈ വേദിക്ക് പറ്റിയ ഒരു അച്ഛനും മകളും. ഇനി നമുക്ക് അമ്മയെ പരിചയപ്പെടാം. നമസ്കാരം. പേര്? സുനിത. ചേച്ചി എന്താ ചെയ്യുന്നത്? ഹോസ്പിറ്റൽ സ്റ്റാഫാണ്, സബേൻ ഹോസ്പിറ്റലിലാണ്. ഓക്കെ. മോന്റെ പേരെന്താ? എന്റെ പേര് സൂര്യസാഗർ. അല്ലേ? ചോദിക്ക്. പാട്ട് പാടുവോ? ഇല്ല, ഞാൻ കീബോർഡ് പഠിക്കുന്നുണ്ട്. വെരി ഗുഡ്. കീബോർഡ് വായിക്കുന്നു. പാടുന്നു, കീബോർഡ് വായിക്കുന്നു. അച്ഛൻ ഗാനങ്ങൾ രചിച്ചു കൊടുക്കുന്നു. സമ്പൂർണ്ണ കുടുംബം. ശരി.